പ്രിയപ്പെട്ടവരെ, ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിഭജികയുടെ മരണത്തിൽ ഫേസ്ബുക്കിലെ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് വിഭജികയുടെ സഹോദരൻ വിനോദ്. വിഭജികയുടെ മരണത്തിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റാക്കി ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിക്കുന്നുവെന്നും സഹോദരൻ വിനോദ് പറഞ്ഞു. നമുക്ക് വിനോദിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ ഡിലീറ്റ് ആയെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫേസ്ബുക്കിനും പരാതി കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് സൈബറുമായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമം. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതി കൊടുത്തു. എന്തായാലും അത് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. സർക്കാർ ഇവിടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഭർത്താവിനെ വിദേശത്തു നിന്ന് കൊണ്ടുവരാൻ റെഡ് കോർണർ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കുടുംബം ഇപ്പോഴും പറയുന്നത്? ഡിജിറ്റൽ തെളിവുകൾ പോലും ഈ ഭർത്താവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. ക്രൂരമായ പീഡനത്തിനിരയായി. ഇത് ആത്മഹത്യയാണെന്ന് പോലും അവർ വിശ്വസിക്കുന്നില്ല. റീപോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വിഭജികയുടെ ശരീരത്തെ പാട് കാണുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് കുടുംബം പറയുന്നത് ദിലീപ്? അടിമുടി ദുരൂഹതയാണ് അരുൺകുമാർ ഈ വിഭജികയുടെ മരണവുമായി മുന്നോട്ടുള്ളത്. കാരണം ഈ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. അത് മാത്രമല്ല, ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വെച്ചു. അതായത് താൻ മരിച്ചതിന് ശേഷമായിരിക്കും ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് വിഭജിക മരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റുകൾ വരികയും ആ പോസ്റ്റ് ഡിലീറ്റ് ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ തന്നെക്കുറിച്ച്, അതായത് വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ കുറിച്ച് എഴുതുകയും ചെയ്തിരുന്നു. അത് ആരാണ് ഡിലീറ്റ് ആക്കിയത് എന്ന് അറിയാനാണ് ഇപ്പോൾ കുടുംബം ശ്രമിക്കുന്നത്. കുടുംബം അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയിൽ പറഞ്ഞത് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം, അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിന് പരാതി നൽകണമെന്നാണ് പറയുന്നത്. തൻ്റെ സഹോദരിക്ക് ഉണ്ടായ അനുഭവം മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്നാണ് ഈ കുടുംബം ഇന്നലെ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ, റീപോസ്റ്റ്മോർട്ടം കേരളത്തിൽ വെച്ച് നടത്തിയപ്പോൾ ഈ ദേഹത്ത് പരിക്കേറ്റ പാടുകളുണ്ട്, അടിയേറ്റ പാടുകളുണ്ട്. ആ പാടുകളെല്ലാം തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ വരികയും ചെയ്യും. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബം രംഗത്തെത്തി. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് നിതീഷിനെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അന്വേഷണ സംഘം അതാണ് ഇനി നീങ്ങുന്നത്. കാരണം ഒരു ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഭർത്താവിൻ്റെ പേരും സഹോദരിയുടെ പേരും ഒപ്പം പിതാവിൻ്റെ പേരും അടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ നിതീഷ് ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ വിഭജികയുടെ കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. റെഡ് കോർണർ നോട്ടീസിലൂടെ ഇനി നിതീഷിനെ കേരളത്തിൽ എത്തിച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പദ്ധതി. താങ്ക് യു. ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണം. കുറ്റക്കാരെങ്കിൽ നിശ്ചയമായും നിയമത്തിന് മുന്നിൽ എത്തുകയും വേണം. പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു കുഞ്ഞ് ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.